السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ റബൽ എന്നുള്ള പാഠം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ വർക്കുകൾ നിങ്ങൾ അയച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അയക്കാത്തവർ എത്രയും പെട്ടെന്ന് എനിക്ക് അയച്ചു തരണമെന്ന് അറിയിക്കുകയും ചെയ്യുകയാണ്. ഇനി നമുക്കുള്ളത് ഒരു വലിയ പാഠമാണ്. മറിച്ച് നോക്കിയാൽ അങ്ങ് ടെക്സ്റ്റ് ഉള്ളവർക്കറിയാം. മറിച്ച് നോക്കിയാൽ ഒരു പത്തിലേറെ പേജുകളുള്ള ഒരു വലിയ പാഠമാണ് നമുക്കുള്ളത്. ആ പാഠത്തിൻ്റെ പേരാണ് എ ഗിഫ്റ്റ് ഓഫ് ചപ്പൽസ്. ചപ്പൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചെരുപ്പ് എന്നാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മാനം. അപ്പോൾ ഈ ഗിഫ്റ്റ് ഓഫ് ചപ്പൽ, ചെരുപ്പിൻ്റെ സമ്മാനം. അതായത് ഇതിലുള്ള കുറച്ച് കുട്ടികൾ ഒരു ചെരുപ്പ് ഒരാൾക്ക് ഗിഫ്റ്റായി കൊടുക്കുകയാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ് എ ഗിഫ്റ്റ് ഓഫ് ചപ്പൽസ്, ചെരുപ്പിൻ്റെ ഒരു ഗിഫ്റ്റ്. അപ്പോൾ ആദ്യം ബിഫോർ യു റീഡ്, കഥൻ്റെ മുമ്പ് നിങ്ങൾ ജസ്റ്റ് നോക്കി. മൃദു ഈസ് എ യങ് ഗേൾ growing up in Madras, now called Chennai, with Tapi, her grandmother, and Tata, her grandfather. One afternoon, Tapi takes her to her aunt Rukmani's house to meet her cousins Lalli, Ravi, and Meena. അപ്പോൾ ഇതിലുള്ള കഥാപാത്രങ്ങളെ പേരാണ് പറഞ്ഞത്. മെയിൻ കഥാപാത്രം ആരാണ്? മൃദു. മൃദു എന്നത് ഇസ് എ യങ് ഗേൾ, ഒരു യുവതിയായ ഒരു പെൺകുട്ടിയാണ്. ഗ്രോയിങ് അപ്പ് ഇൻ മദ്രാസ്. ഗ്രോ അപ്പ് പറഞ്ഞാൽ വളരുക, വളർന്നുകൊണ്ടിരിക്കുന്ന. അപ്പോൾ മൃദു ഇസ് എ യങ് ഗേൾ ഗ്രോയിങ് അപ്പ് ഇൻ മദ്രാസ്. അവർ മദ്രാസിലാണ് അവിടെയാണ് താമസിക്കുന്നത്. മദ്രാസ് എന്ന് പറഞ്ഞാൽ നൗ കോൾഡ് ചെന്നൈ, ഇപ്പോൾ ചെന്നൈ എന്ന് വിളിക്കപ്പെടുന്ന മദ്രാസിലാണ് അവൾ വളരുന്നത്. ആരപ്പാണ്? വിത്ത് താപ്പി. ഇത് വല്യമ്മക്ക് പറഞ്ഞതാണ് താപ്പി എന്ന്. അതേപോലെ വല്യപ്പാക്കുള്ളത് താത്ത. അപ്പോൾ വിത്ത് താപ്പി ഹെർ ഗ്രാൻഡ് മദർ ആൻഡ് താത്ത ഹെർ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ തൻ്റെ താപ്പിയോടും താത്തയോടും കൂടെയാണ് അവൾ താമസിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ എന്താവാണ്, ഈ താപ്പി ഈ കുട്ടീൻ്റെ വല്യമ്മ ഈ കുട്ടീൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ ഇപ്പാൻ്റെ പെങ്ങൾ അല്ലേ, ഇപ്പാൻ്റെ പെങ്ങൾക്കാണ് അമ്മായി എന്ന് പറയാം, അല്ലെങ്കിൽ അമ്മോൻ്റെ പെണ്ണുങ്ങൾക്ക്. വൺ ആഫ്റ്റർനൂൺ, ഒരു ഉച്ചയ്ക്ക് ശേഷം, താപ്പി ടേക്സ് ഹർ, താപ്പി അവളെ കൊണ്ടുപോകുന്നു. ടേക്ക് പറഞ്ഞാൽ എടുക്കുക എന്നൊക്കെയാണ്. ടേക്സ് ഹർ നിങ്ങൾ കൊണ്ടുപോകുക വെച്ചാൽ മതി. വൺ ആഫ്റ്റർനൂൺ താപ്പി ടേക്സ് ഹർ, അവളെ കൊണ്ടുപോകുകയാണ് ടു ഹർ ഓന്റ്. ഓന്റ് പറഞ്ഞാൽ അമ്മായി. നമ്മൾ ആൻറ്റി എന്നൊക്കെ പറയല്ലേ, ആൻറ്റി അമ്മായിക്കാണ് പറയാം. അമ്മായിൻ്റെ പേരെന്താണ്? റുക്മണീസ് ഹൗസ്. തൻ്റെ അമ്മായിയായ റുക്മണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്തിനാണ്? ടു മീറ്റ് മെറ്റ് കണ്ടുമുട്ടാൻ. ടു മീറ്റ് ഹെർ കസിൻസ്. കസിൻ എന്ന് പറഞ്ഞാൽ അമ്മായിൻ്റെ മക്കൾക്കാണ് കസിൻസ് എന്ന് പറയാം, അമ്മായിൻ്റെ മക്കൾക്ക്. അപ്പോൾ തൻ്റെ അമ്മായിൻ്റെ മക്കളായ ആരൊക്കെയാണ്? ലല്ലി, രവി ആൻഡ് മീന. അപ്പോൾ ഈ രുക്മണിക്ക് 3 മക്കളുണ്ട്, ലല്ലി, രവി, മീന. അപ്പോൾ ഈ തൻ്റെ അമ്മായിൻ്റെ മക്കളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം എന്താണ്, ഈ കുട്ടീൻ്റെ മൃദുവിൻ്റെ വല്യമ്മ അവളെ കൊണ്ടുപോവുകയാണ്. അതാണ് ഈ കഥ. അപ്പോൾ റബിയംടിക്ക് ചോദിക്കാണ്ടാവും, അപ്പോൾ ഉസ്താദ് ഈ പാഠത്തിൻ്റെ പേര് ഗിഫ്റ്റ് ഓഫ് ചപ്പൽ എന്നല്ലേ, ഈ ചപ്പലിനെ കുറിച്ചുള്ള ചർച്ച എവിടെയാണ് വരുന്നത്? അപ്പോൾ ഉസ്താദ് മറുപടി പറയണത്, ചപ്പലിനെ കുറിച്ചുള്ള ചർച്ച ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ, 2 പാർട്ട് ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലായിരിക്കും വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പറയാം. അപ്പോൾ ഇതിൻ്റെ കഥ ഫസ്റ്റ് പാർട്ട് കഥ ചുരുക്കി പറയാനുണ്ടെങ്കിൽ, അതായത് നമ്മളെ ഈ ഹെഡിങ്ങുമായിട്ട് ബന്ധമൊന്നും നമുക്ക് എന്തായാലും കഥ പറഞ്ഞു തരാം. അതായത് ഇവള് തൻ്റെ റുക്മണിൻ്റെ വീട്ടിൽ പോയി. ഇബല് മുട്ടേക്കൻ എന്തായി, റുക്മണി ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് വന്ന്. ഇബല് വന്ന ഉടനെ അമ്മായിൻ്റെ മക്കളുണ്ടല്ലോ, ലല്ലി, രവിയും, മീനൊക്കെ, മൃദുവിനെ കണ്ടപ്പോൾ ഓൽക്ക് പെരുത്ത് സന്തോഷമായി. കാരണം ഞങ്ങളെ ഫ്രണ്ട് വന്നതല്ലേ. ആ നിലയ്ക്ക് രവി എന്തായി, മൃദുവിനെ പേരൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരൊറ്റ വലി. അപ്പം മൃദു പറഞ്ഞു, എൻ്റെ ചെരുപ്പ് ഊരക്കെട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓളെന്തായി, തൻ്റെ ചെരുപ്പ് ഒരു മൂലക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ ഊരി വെച്ചു. അപ്പോൾ ഊരി വെച്ച സമയത്ത് അവിടെ ഉണ്ട് വേറൊരു ചെരുപ്പ്, ഒരു ഗ്രേ കളറിലുള്ള പൊടി പിടിച്ച വൃത്തിയില്ലാത്തൊരു വലിയ ചെരുപ്പുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ചെരുപ്പ് കുറേ കാലം ഉപയോഗിച്ചാൽ എന്താവും, നമ്മളെ വിരലിൻ്റെ ഒരു ഷേപ്പ് ചെരുപ്പും അങ്ങനെ വരും. അങ്ങനത്തെ ഒരു പഴയ ഒരു വലിയൊരു ചെരുപ്പുണ്ട്. അപ്പോൾ ഓളിങ്ങനെ ആലോചിച്ചേന്, ഈ ചെരുപ്പ് പാരതാക്കാരെന്ന് വിചാരിച്ചപ്പോൾ എന്തായി,
മറ്റുപോലെ രവി മീനൊക്കെ പാടെ ഉള്ളിലേക്ക് വലിച്ച്. അങ്ങനെ ഇവരെന്താ ഇവിടെ വലിച്ചു കൊണ്ടുപോയിട്ട് പെരൻ്റെ ബാക്ക് ഭാഗം ഉണ്ടാവുമല്ലോ, പെരൻ്റെ ബാക്ക് കൊണ്ടുപോയി അവിടെ കണ്ടെന്ന് ഒരു പൊട്ടിയ ബോള്. ആ പൊട്ടിയ ബോളും കൊണ്ട് ഒരു ചെറിയൊരു പൂച്ചക്കുട്ടി. അപ്പോൾ ഇവലെ പണി എന്താണ്, ഈ മക്കൾ ലല്ലിയും രവിയും മീനൊക്കെ ഈ പൂച്ചക്ക് പാൽ കൊടുക്കുകയാണ്. അപ്പോൾ ഓളിങ്ങനെ ഈ പൂച്ചനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓരോ ഈ പൂച്ചനെ കിട്ടിയ ഞങ്ങൾക്ക് പിന്നെ ഈ ഗേറ്റിൻ്റെ പുറത്ത് കിട്ടിയതാണ്, ചെറിയ പാവപ്പെട്ട പൂച്ചയാണ്. പക്ഷെ ഇവർ പൂച്ചനെ എന്താണ് പെരക്കാരിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുകയാണ്. കാരണം ഈ പൂച്ചൻ അവർക്കൊരു പെറ്റുണ്ട്, അവർക്കൊരു വളർത്തുമൃഗമുണ്ട് എന്നറിഞ്ഞാൽ എന്താവും, ഓല അമ്മയും പിന്നെ വല്യമ്മയൊക്കെ ചീത്ത പറയും. അപ്പോൾ ഇവലെന്താക്കി ഈ പൂച്ചൻ ആരും കാണാതെ ഒരു മൂലക്കെ വളർത്തുകയാണ്. അപ്പോൾ ഈ പൂച്ചക്ക് പാൽ കൊടുക്കേണ്ടി വരും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവലെന്താ ചെയ്യൽ, അടുക്കളയിൽ നിന്ന് പാലെടുക്കും. അങ്ങനെ ഒരിക്കൽ പിന്നെ മീനെ ആരേറ്റെ രുക്മിണിക്ക് വേണ്ടി പാലെടുത്തപ്പോൾ വല്യമ്മ ചോദിച്ചു, അല്ല ഒടുക്ക പോണു ചോദിച്ചു. അപ്പോൾ ഓള് പറഞ്ഞു എനിക്ക് പാല് കുടിച്ചാനാണ് പറഞ്ഞു. അപ്പോൾ വല്യമ്മ പറഞ്ഞപ്പോൾ പാല് കുടിച്ചിട്ട് ഗ്ലാസ് വേഗം കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഓളെന്താ ഐഡിയ എടുത്തു, അല്ല വല്യമ്മ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല, ഗ്ലാസ് ഞാൻ തന്നെ കഴിക്കോളാന്ന് പറഞ്ഞ്. അങ്ങനെ ഇവലെന്താണ് ട്രിക്കിലൂടെയാണ് ഈ പൂച്ചക്ക് പാല് കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നെ ഇവലിങ്ങനെ പൂച്ചനെ കുറിച്ച് ചോദിച്ചു. പിന്നെ പൂച്ചൻ്റെ ചരിത്രം പറയാണ്. ഈ പൂച്ചൻ്റെ ശരിക്കുള്ള പേര് മഹേന്ദ്രൻ എന്നാണ്. മഹേന്ദ്രൻ എന്നല്ല, ശരിക്കുള്ള പേര് മഹേന്ദ്രവർമ്മ പല്ലവ പൂണായി എന്നൊക്കെയാണ്. പിന്നെ പൂച്ചൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് പറയാം. A smiling Rukmani threw open the door. Ravi and Meena rushed out and Ravi pulled Mridu into the house. "Wait, let me take off my slippers," protested Mridu. She set them out neatly near a pair of large black ones. Those were grey, actually, with dust. You could see the clear mark of every toe on the front part of each slipper. The marks for the two big toes were long and scrawny. അപ്പം അങ്ങനെ എല്ലാവരും കൂടി മൃദുവും വല്യമ്മയും വല്യപ്പയും എല്ലാവരും കൂടി രുക്മിണിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കോളിമ്പലടിച്ചിട്ടുണ്ടാകും ആ കാരം, അതുകൊണ്ടായിരിക്കും എ സ്മൈലിംഗ് രുക്മിണി, പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന രുക്മിണി. ത്രൂ ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ വാതിൽ പെട്ടെന്ന് തുറക്കുക എന്നാണ്. ശരിക്ക് ത്രോ ഓപ്പൺ എന്നാണ് ഉണ്ടാകുക. എൻ്റെ പാസ്റ്റാണ് കിതാബിലുള്ളത്. പെട്ടെന്ന് തുറക്കുക, ഓപ്പൺ സംതിങ് റാപ്പിഡ്ലി, പെട്ടെന്ന് തുറക്കുക. അപ്പോൾ ഇവളെന്തായി, പെട്ടെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന ഉടനെ രവി ആൻഡ് മീന റഷ് ഔട്ട്, പെട്ടെന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ രുക്മിണി വാതിൽ തുറന്നതും രവി മീൻ എന്തായി, പെട്ടെന്ന് ചാടി വണ്ടി പുറത്തേക്ക് വന്നു. റഷ് ഔട്ട്, പെട്ടെന്ന് പുറത്ത് വരിക. അപ്പോൾ രുക്മിണി പെട്ടെന്ന് വാതിൽ തുറന്ന ഉടനെ രവി മീൻ പുറത്തു വന്നു. ആൻഡ് മാത്രമല്ല, രവി പുൾഡ് മൃദു ഇൻ ടു ദ ഹൗസ്. പുള്ള് പറഞ്ഞാൽ വലിക്കുക, പുഷ് തള്ളുക. വാതിൽമുണ്ടാവുമല്ലോ ജ്വല്ലറിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ AC കടകളിലൊക്കെ. അങ്ങനെ രവി പുൾ മൃദു ഇൻ ടു ദ ഹൗസ്. രവി എന്തായി, മൃദുവിനെ കണ്ട പാടെ സന്തോഷം കൊണ്ട് അവൾ ഉള്ളിക്ക് വലിച്ചു. അപ്പോൾ വെയിറ്റ്, നിൽക്ക് കാത്തിക്ക്. ലെറ്റ് മീ ടേക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ്. ടേക്ക് ഓഫ് പറഞ്ഞാൽ അഴിച്ചു വെക്കുക, ഊരി വെക്കുക. അപ്പോൾ ലെറ്റ് മീ ടേക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ്. സ്ലിപ്പർ എന്നാൽ ചെരുപ്പ്. ഞാൻ എൻ്റെ ചെരുപ്പ് നൂരക്കട്ടെ ചങ്ങായിയേ. ലെറ്റ് മീ ടേക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ്, എൻ്റെ ചെരുപ്പ് നൂരട്ടെ. പ്രൊട്ടസ്റ്റ് മൃദു എതിർത്തു പറഞ്ഞു. പ്രൊട്ടസ്റ്റ് പറഞ്ഞാൽ എതിർക്കുക. അങ്ങനെ ഷീ സെറ്റ് ദം ഔട്ട്. അവൾ തൻ്റെ ചെരുപ്പ് അടുക്കി വെച്ചു. നീറ്റ്ലി, വൃത്തിയായിട്ട്, നിങ്ങളൊക്കെ പോലെ വൃത്തിയായിട്ട് അടുക്കി വെച്ചു. നിയർ എ പെയർ ഓഫ് ലാർജ് ബ്ലാക്ക് വൺസ്. പെയർ പറഞ്ഞാൽ ജോഡി. അപ്പോൾ അവൾ എവിടെയാണ് തൻ്റെ ചെരുപ്പ് ഊരി വെച്ചത്? നിയർ, അടുത്ത്, എ പെയർ ഓഫ് ലാർജ് ബ്ലാക്ക് വൺസ്, ഒരു കറുത്ത
കറുത്ത നിറത്തിലുള്ള ഒരു വലിയ ഒരു ജോഡി ചെരുപ്പുണ്ടായിന്. ഓൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു വലിയൊരു ചെരുപ്പുണ്ടായിന്. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഓൾ എന്താ ചെരുപ്പ് ഊരി വെച്ചത്. ആ ആ ചെരുപ്പുകൾ ഗ്രേ ചായ നിറത്തിലുള്ളതായിരുന്നു. ആക്ച്വലി സത്യത്തിൽ വിത്ത് ഡസ്റ്റ് പറഞ്ഞാൽ പൊടി ഉണ്ടായിമേ. യു കുഡ് സി എന്നിട്ട് പറഞ്ഞു യു കുഡ് സി നിനക്ക് കാണാൻ സാധിക്കും ദ ക്ലിയർ മാർക്ക് ഓഫ് എവറി ടു പറഞ്ഞാൽ കാൽവിരൽ മാർക്ക് പറഞ്ഞാൽ അടയാളം. അപ്പോൾ ഇട്ടിട്ട് എന്തായിക്കണ് കാൽവിരലിൻ്റെ അടയാളം ആ ചെരുപ്പം അങ്ങനെ വന്നിക്കണെന്ന്. യു കുഡ് സി എനിക്ക് നോക്കിയാൽ കാണാം ദ ക്ലിയർ വ്യക്തമായ അടയാളം ഓഫ് എവറി ടു എല്ലാ വിരലിൻ്റെയും 10 വിരലിൻ്റെയും അടയാളം കാണാം. ഓൺ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ഈച്ച് സ്ലിപ്പർ ഓരോ ചെരുപ്പിൻ്റെ മുകൾ ഭാഗത്ത് എന്താവുക ആ വിരലിൻ്റെ അടയാളം ഇങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ ദ മാർക്സ് ഫോർ ദ 2 ബിഗ് ടൂസ് വലിയ വിരൽ പറഞ്ഞാൽ ഏതാണ്? നമ്മളത് തള്ളാവിരലുണ്ടല്ലോ അത് പറഞ്ഞു. ദ മാർക്സ് ഫോർ ദ 2 ബിഗ് ടൂസ് വലിയ 2 വിരലിൻ്റെ അടയാളങ്ങൾ തള്ളാവിരലിൻ്റെ അടയാളങ്ങൾ ലോങ് അത് നല്ല വലിപ്പമുണ്ട്. ആൻഡ് സ്ക്രൗണി പറഞ്ഞാൽ നേരിയതുമാണ്. വലിപ്പമുണ്ട്, വലിയ വീതിയൊന്നുമില്ല, നേരിയതുമാണ് ഇതിന്. അപ്പോൾ വന്ന ആളെ കാല് ഇപ്പം എന്താണ് ആ ചെരുപ്പിട്ട ആളെ കാല് വലിയ കാലാണ്. തള്ളാവിരൽ നല്ല നീളമുണ്ട്, പക്ഷെ വലിയ വീതിയൊന്നുമില്ലാതെ വലിയ കാലാണ്. അപ്പോൾ അതാണ് അങ്ങനെയുള്ള ഒരു ജോഡി ചെരുപ്പിൻ്റെ അടുത്താണ് മൃദു തൻ്റെ ചെരുപ്പൂരി വെച്ചത്. അങ്ങനെ ഇവളീ ചെരുപ്പ് കണ്ടപ്പം മൃദു ഇങ്ങനെ ആലോചിച്ചതിന് ഇത് പായതാക്കാരൻ ഈ വലിയൊരു പോത്താമ്പി ചെരുപ്പ് എന്ന് ആലോചിച്ചപ്പോത്തിന് എന്തായി രവി അവളെ വലിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. മൃദു didn't have much time to wonder about whose slippers they were because Ravi dragged her to the backyard behind a thick bitterberry bush. There, inside a torn football lined with sacking and filled with sand, lay a very small kitten lapping up milk from a coconut half shell. അപ്പോൾ മൃദു ഡിഡിൻ്റ് ഹാവ് മച്ച് ടൈം മൃദുവിന് അധികം സമയം കിട്ടിയില്ല. ഡിഡിൻ്റ് ഹാവ് മച്ച് ടൈം അധിക സമയം കിട്ടിയില്ല. ടു വണ്ടർ അത്ഭുതപ്പെടാൻ. എബൌട്ട് ഹൂസ് സ്ലിപ്പേഴ്സ് ദേ വേർ ഹൂസ് ആരുടെ. അപ്പോൾ ടു വണ്ടർ അത്ഭുതപ്പെടാൻ ആശ്ചര്യപ്പെടാൻ എന്തിനെ കുറിച്ച്. എബൌട്ട് ഹൂസ് സ്ലിപ്പേഴ്സ് ദേ വേർ ഇത് ആരുടെ ചെരുപ്പാണ് എന്ന് ആലോചിക്കാൻ അവൾക്ക് അധിക സമയം കിട്ടിയില്ല. കാരണം എന്തേ? കാരണം രവി ഡ്രാഗ്ഡ് ഹെർ ടു ദ ബാക്ക് യാർഡ്. രവി എന്തായി അവളെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. മൃദു ഡിഡ്ന്റ് ഹാവ് മച്ച് ടൈം അവൾക്ക് അധിക സമയം ഉണ്ടായിരുന്നില്ല. ടു വണ്ടർ അത്ഭുതപ്പെടാൻ. എബൌട്ട് ഹൂ സ്ലിപ്പേഴ്സ് ദേ വേർ അത് ആരുടെ ചെരുപ്പാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കാനും അത്ഭുതപ്പെടാനും അവൾക്ക് അധിക സമയം കിട്ടിയില്ല. എന്തേ സമയം കിട്ടാഞ്ഞു? കാരണം രവി ഡ്രാഗ്ഡ് ഹെർ രവി അവളെ ഡ്രാഗ്ഡ് വലിച്ചു കൊണ്ടുപോയി. ടു ദ ബാക്ക് യാർഡ് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക്. അതോടെയാണ് പിന്നാമ്പുറത്ത് തന്നെ ബിഹൈൻഡ് ബാക്കിൽ എ തിക്ക് ബിറ്റർബെറി ബുഷ്. ബിറ്റർബെറി എന്ന ഒരു ചെടിയാണ്. ആ ബിറ്റർബെറിൻ്റെ അതിൻ്റെ ബാക്കിലേക്ക് അവളെ കൊണ്ടുപോയി. ദേർ ആ ബിറ്റർബെറി ബുഷിൻ്റെ അവിടെ ഇൻസൈഡ് എ ടോൺ ഫുട്ബോൾ കീറിയ ഇൻസൈഡ് എ ടോൺ ഫുട്ബോൾ ഒരു കീറിയ ഫുട്ബോളിൻ്റെ ഉള്ളിൽ. എങ്ങനത്തെ ഫുട്ബോളാണ്? ലൈൻഡ് വിത്ത് സാക്കിങ് പറഞ്ഞാൽ ചാക്കുനൂല് കൊണ്ട് ലൈൻ ചെയ്താൽ അതിൻ്റെ സ്റ്റിച്ചൊക്കെ എന്താണ്? ചാക്കുനൂലാണ്. അതായത് ലൈൻഡ് വിത്ത് സാക്കിങ് ചാക്കുനൂൽ കൊണ്ട് ലൈൻ ചെയ്യപ്പെട്ട, അതായത് ചാക്കുനൂൽ കൊണ്ട് തുന്നിയ. പിന്നെ ആൻഡ് ഫിൽഡ് വിത്ത് സാൻഡ് എന്ന് പറഞ്ഞാൽ മണ്ണ് നിറഞ്ഞ ചാക്കുനൂൽ കൊണ്ട് തുന്നിയ ഒരു ബോളിൻ്റെ ഉള്ളിൽ. ഇൻസൈഡ് എ ടോൺ ഫുട്ബോൾ ഒരു കീറിയ ബോളിൻ്റെ ഉള്ളിൽ. എങ്ങനത്തെ ബോളാണ്? ലൈൻഡ് വിത്ത് സാക്കിങ് ആൻഡ് ഫിൽഡ് വിത്ത് സാൻഡ് മണ്ണ് നിറഞ്ഞിരിക്കണ്, പിന്നെ ചാക്കുനൂൽ കൊണ്ടാണ് അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു ബോളിൻ്റെ ഉള്ളിൽ
ലേ എന്ന് പറഞ്ഞാൽ കിടന്നു. എ വെരി സ്മാൾ കിറ്റൻ, ഒരു ചെറിയ പൂച്ചക്കുട്ടി ഉണ്ട് അവിടെ. ലാപ്പിംഗ് അപ്പ് മിൽക്ക്, പാല് നക്കി കുടിച്ചുകൊണ്ട്. ഫ്രം എ കോക്കനട്ട് ഹാഫ് ഷെല്ല് പറഞ്ഞാൽ ചിരട്ട, ഹാഫ് ഷെല്ല് പറഞ്ഞാൽ പൗതി ചിരട്ട. അപ്പോൾ ഒരു പൗതി ചിരട്ടിൽ എന്താണ്ട് ഒരു പാൽ നക്കി കുടിക്കുന്ന ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ആ ബോളിൻ്റെ ഉള്ളിൽ. അവിടെ കിടന്നു. എ വെരി സ്മാൾ കിറ്റൻ, ഒരു ചെറിയ പൂച്ച. ലാപ്പിംഗ് അപ്പ് മിൽക്ക് ഫ്രം എ കോക്കനട്ട് ഹാഫ് ഷെൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലുള്ള വാക്കർത്ഥങ്ങളാണ് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ട് നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ തന്നെ പേഴ്സണൽ അയക്കുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ നമ്മൾ ബിറ്റർബെറി എന്ന് പറഞ്ഞിന്, ആ ചെടീൻ്റെ പേര്, ആ ചെടീൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബിറ്റർബെറി. ശാസ്ത്രീയ നാമം പ്രൊവിനസ് വിർജിനിയാന എന്നാണ്. ഇതാണ് നമ്മളെ ബിറ്റർബെറി ബുഷ് എന്ന സാധനം, ബിറ്റർബെറി.